മോർണിംഗ് അമേരിക്ക. ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീനുമായി ബന്ധപ്പെട്ട് നടന്ന പരാമർശങ്ങൾ, പിന്നീടുണ്ടായ നാടകീയ രംഗങ്ങൾ, ദ്വിരാഷ്ട്ര പരിഹാരമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയേക്കുമോ എന്ന ചിന്തയിൽ ലോകം നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസംഗം. ഒരു വശത്ത് കൂക്കിവിളി, മറുവശത്ത് കയ്യടി. ഏറെക്കുറെ കാലിയായ സദസ്സിന് മുന്നിൽ പറയാൻ വന്നത് മുഴുവൻ പറഞ്ഞിട്ടേ പോകൂവെന്ന ആറ്റിറ്റ്യൂഡിൽ പ്രസംഗം തുടർന്ന ബെഞ്ചമിൻ നെതന്യാഹു കൂട്ടക്കുരുതിയെ പറ്റാവുന്ന തരത്തിലൊക്കെ ന്യായീകരിച്ചും ഹമാസ് നേതാക്കളോട് കീഴടങ്ങാൻ ആഹ്വാനം ചെയ്തും നടത്തിയ പ്രസംഗത്തിനിടയിലെ പ്രശ്നോത്തരി മൊത്തം ജഗപുക. ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗത്തിന് മുന്നോടിയായി ഗസയ്ക്ക് ചുറ്റും വെച്ച ഉച്ചഭാഷിണികൾ. എന്താവും പലസ്തീന്റെ ഭാവി? എന്തൊക്കെയാണ് അതിനുള്ള തടസ്സങ്ങൾ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്: പലസ്തീൻ ഐക്യം. ഇന്നത്തെ അതിഥികൾ: മുൻ നയതന്ത്രജ്ഞൻ ടി പി ശ്രീനിവാസൻ, മാധ്യമപ്രവർത്തകനും ഈ മലയാളി ചീഫ് എഡിറ്ററുമായ ജോർജ് ജോസഫ്, എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ വർഗീസ് കോരസൻ എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ ടി പി ശ്രീനിവാസനിലേക്കാണ്. ശ്രീ ടി പി ശ്രീനിവാസൻ, ഈ UN ഈ സമ്മേളനം തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പറയുന്നു പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്നു. അതിനു മുമ്പ് തന്നെ, അതിന് പുറത്ത് തന്നെ പല രാഷ്ട്രങ്ങളും പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിച്ചു. അങ്ങനെ ഒരു രാജ്യത്തിന്റെ സ്റ്റാറ്റസ് വരുമോ, അതിനായി കൂട്ടായ ശ്രമങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആ ഒരു പ്രസംഗം വന്നിരിക്കുന്നത്. അവിടെ നടക്കുന്ന വംശഹത്യ എന്നൊക്കെ പറയുന്നത് വലിയ തമാശയാണ് എന്നൊക്കെയാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇനി ഏത് രീതിയിലായിരിക്കും ഈ വിഷയത്തിലുള്ള ഒരു നീക്കം? പക്ഷെ നെതന്യാഹുവിന്റെ പ്രസംഗത്തിന് മുമ്പ് പ്രസിഡന്റ് ട്രംപിന്റെ പ്രസംഗത്തെ പറ്റി കൂടി നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ വിചിത്രമായ ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹം അവിടെ ചെയ്തത്. ലോകം കീഴ്മേൽ മറിഞ്ഞതുപോലെയുള്ള ഒരു അനുഭവം ഒരു ഐക്യരാഷ്ട്ര സംഘടനയിൽ ജനറൽ അസംബ്ലിയിൽ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. ഈ ജനറൽ അസംബ്ലിയുടെ ചരിത്രം നോക്കിയാൽ ഏറ്റവും മോശപ്പെട്ട മൂമെന്റ് എന്ന് പറയുന്നത് ഒരു കാലത്ത് ക്രൂഷ്ചേവ് അദ്ദേഹത്തിന്റെ ഷൂ എടുത്ത് സ്റ്റേജിൽ, അതായത് ടേബിളിൽ അടിച്ച ഒരു സംഭവമാണ്. അതിനുശേഷം ഏറ്റവും മോശമായിട്ട് തോന്നുന്നത്, ഏറ്റവും രാജ്യത്തിന് തന്നെ, അമേരിക്കയ്ക്ക് തന്നെ വലിയ നഷ്ടമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമായിരുന്നു അത്. അപ്പോൾ അതൊരു തുടങ്ങിയത് തന്നെ ലോകത്തിന്റെ പ്രശ്നങ്ങളുടെ ഒരു ചിത്രമാണ് പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വെച്ചത്. അത് കഴിഞ്ഞിട്ടാണ് പാലസ്തീൻ വന്നത്. ഇത് പാലസ്തീന്റെ കാര്യത്തിൽ കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായ സമയമായിരുന്നല്ലോ. പലരും, കാനഡ ആയാലും ഓസ്ട്രേലിയ ആയാലും ഒക്കെ ആദ്യമായിട്ട് പാലസ്തീൻ രാജ്യമായി അംഗീകരിച്ചു. പക്ഷെ അതിന്റെ ആ റിയാക്ഷൻ കൂടുതൽ വന്നത് ഇസ്രായേലിൽ നിന്നാണ്. അപ്പോൾ ഈ തീരുമാനങ്ങൾ വെസ്റ്റേൺ പവേഴ്സ് ആദ്യമായിട്ട് പാലസ്തീൻ രാജ്യമായി അംഗീകരിച്ചു എന്നുള്ളതാണ് നെതന്യാഹുവിനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചതെന്ന് തോന്നുന്നു. പക്ഷെ അദ്ദേഹവും പ്രസിഡന്റ് ട്രംപിനെ പോലെ തന്നെ ഒരു ചിന്തയുമില്ലാതെ ഐക്യരാഷ്ട്ര സംഘടനയുടെ അതിൻ്റെ സാങ്ക്ടിറ്റിയും അതിൻ്റെ ഒരു ലോകത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു രൂപവും ഒക്കെ അദ്ദേഹം നശിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ പ്രസിഡന്റ് ട്രംപിനെതിരായുള്ള റിയാക്ഷനേക്കാളും കൂടുതൽ രൂക്ഷമായ ഒരു റിയാക്ഷനായിരുന്നു നെതന്യാഹുവിന് ലഭിച്ചത്. അതിൽ നമുക്ക് കുറച്ച് ആശ്വസിക്കാം. കാരണം ലോകം മുഴുവനും ഇത് കാത്തിരുന്നിട്ടൊന്നും ചെയ്യാതെ ഇത്രയും വലിയ വംശനാശം വരുത്തുന്നതിനെ പറ്റി എല്ലാവർക്കും വളരെയധികം കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് നെതന്യാഹുവിന്റെ പ്രസംഗത്തിനുള്ള റിയാക്ഷൻ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് എന്തും ചെയ്യാം എന്നുള്ള വിശ്വാസത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ലോകം കാണിച്ചു കൊടുത്തത് അതിനെതിരായിട്ടാണ് ലോകത്തുള്ള ജനങ്ങളൊക്കെ എതിർക്കുന്നത്. പാലസ്തീൻ രാജ്യമാകണം, 2 രാഷ്ട്രങ്ങൾ ഉണ്ടാകണം എന്നുള്ള ഒരു അഭിപ്രായത്തിന് കൂടുതൽ ഊന്നൽ ലഭിച്ചു ഈ സമയത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറേയൊക്കെ ഒരു പുതിയ രംഗത്തിലേക്ക് ഇത് മാറും. കാരണം നെതന്യാഹുവിന് മനസ്സിലായി കാണണം, ഇങ്ങനെയുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിലപാട് ഒരിക്കലും ലോകം അംഗീകരിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഇന്നലത്തെ സംഭവം തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന് എന്തും ചെയ്ത് പലസ്തീനികളെ മുഴുവൻ നശിപ്പിച്ചിട്ട് ഗാസ കൈയടക്കാമെന്നുള്ള ഒരാഗ്രഹം, അത് കൂടുതൽ വ്യത്യസ്തമായി ഈ സംഭവം കണ്ടു. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉണ്ടായ സംഭവം തീർച്ചയായിട്ടും ലോകത്തിന്റെ മുമ്പിൽ തന്നെ
നെതന്യാഹുവിന് ഒരു വലിയ നഷ്ടം തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും അവർ രണ്ടുപേരും, ഡൊണാൾഡ് ട്രംപ് ആയാലും നെതന്യാഹു ആയാലും ജനങ്ങളുടെ അഭിപ്രായത്തെ മുഴുവനായി നിരാകരിച്ചുകൊണ്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും നല്ലതുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. കാരണം പാലസ്തീൻ ഐക്യം ഉണ്ട് എന്ന് പറയുന്നെങ്കിൽ പോലും പലരും മടിക്കുകയാണ് അതിനെ എതിർക്കാനായിട്ട്. അപ്പോൾ വളരെ ഒരു ലോകം ഈ രണ്ട് പ്രസംഗങ്ങൾ കൊണ്ട് കാണുന്നത് ഐക്യരാഷ്ട്ര സംഘടന ഇല്ലാതാവാൻ പോകും എന്നുള്ളതാണ്. പ്രസിഡന്റ് ട്രംപിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഈ ഐക്യരാഷ്ട്ര സംഘടന കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല, ഞാൻ ഇനി സമാധാനമൊക്കെ നടത്തിക്കൊള്ളാം, എല്ലാ കാര്യങ്ങളും 7 യുദ്ധങ്ങൾ ഞാൻ അവസാനിപ്പിച്ചു. അങ്ങനെ ഒരു പോസ്റ്റ് UN ലോകത്തിന്റെ അമേരിക്ക നയിക്കുന്ന അല്ലെങ്കിൽ പ്രസിഡന്റ് ട്രംപ് നയിക്കുന്ന ഒരു ലോകമായിരിക്കും ഉണ്ടാകുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും നെതന്യാഹുവിനെ പോലെയുള്ളവർക്ക് കൂടുതൽ ധൈര്യം ഉണ്ടാകും അവർ ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ലോകത്തെ ഇപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പുതിയതായിട്ട് എന്തെങ്കിലും നല്ലതുണ്ടാകുമോ എന്ന് സംശയമാണ്. പക്ഷെ ഏത് വഴി വരെ നെതന്യാഹു ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? പ്രസിഡന്റ് ട്രംപിന്റെ മാത്രം സപ്പോർട്ട് കൊണ്ട് മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങൾ പോലും മാറിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ ഒരു നല്ലതിലേക്കാണോ അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണോ പോകുന്നത് എന്ന് അറിയില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടിയ അസ്വീകാര്യത തീർച്ചയായും പ്രധാനമായിരിക്കും. അതൊരു പാഠമായി തന്നെ ലോകത്തുള്ള പ്രശ്നങ്ങളെ അത് ബാധിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. താങ്ക് യു ശ്രീ ജോർജ് ജോസഫ്. തികച്ചും അസാധാരണമായ പല സംഭവങ്ങളും നടന്ന ഒരു സമ്മേളനമായിരുന്നല്ലോ ഇത്. ട്രംപ് പ്രസംഗിക്കാൻ വരുമ്പോൾ എസ്കലേറ്റർ നിന്ന് പോകുന്നു, അതിനുശേഷം പ്രസംഗം തുടർന്ന് കുറച്ച് സമയത്തിന് ശേഷം ടെലിപ്രോംപ്റ്റർ നിന്ന് പോകുന്നു, അതിനുശേഷം മെലാനിയയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരടക്കം അവിടെ ഇരുന്ന് ആരും തന്നെ ഈ പറഞ്ഞതൊന്നും കേട്ടില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. അടിയന്തരമായി ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്നു. അത് മാത്രവുമല്ല, അദ്ദേഹം പറയുന്ന ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ഒരു സംഘടന, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല, ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളില്ല, ഒരു കാര്യത്തിലും ഒരു ഫോൺ കോളിന് പോലും തയ്യാറായിട്ടില്ല ഐക്യരാഷ്ട്രസഭ. ഐക്യരാഷ്ട്രസഭയുടെ സഹായം ഒന്നുമില്ലാതെയാണ് ഞാൻ പല യുദ്ധങ്ങളും നിർത്തിയത്. എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം, ഞാൻ പോരെ എന്ന് ചോദിക്കുന്നത്? അതും അതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കിലാണ് എന്നുകൂടി നോക്കണം. വിവിധ രാഷ്ട്രത്തലവന്മാർ അങ്ങോട്ടേക്കാണ് വരുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ പരാമർശം നടത്തുന്നത്. അതിനുശേഷം ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു പരാമർശം. അപ്പോൾ UN ഒരു സ്ഥാനം എന്താണ്? ലോക സമാധാനത്തിനായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടന, ആ സംഘടനയുടെ ഒരു സ്ഥാനം എന്താണ് എന്ന ചോദ്യം കൂടി ഉയർത്തുന്ന ഒരു സമ്മേളനമാണ്. അവിടെ നിന്ന് നമ്മൾ ഈ പലസ്തീൻ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയതായി ഒന്നും സംഭവിക്കുന്നില്ല എന്നൊരു തോന്നൽ. ഒപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് പലസ്തീൻ ഒരു രാഷ്ട്രം എന്നത് ഒരു ഭ്രാന്തൻ ആശയമെന്നൊക്കെയാണല്ലോ. അത് ഈ ഐക്യരാഷ്ട്രസഭയിലെ സംവിധാനങ്ങൾ തകരാറായി എന്നുള്ളത് അത് അട്ടിമറിക്കാനായിട്ട് ശ്രമിച്ചെന്ന് നേരത്തെ തന്നെ FBI റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിനെ തടയിടാൻ കഴിഞ്ഞു എന്നാണ് അവർ അവകാശപ്പെട്ടത്. അതിന് പുറമെ പ്രസിഡന്റ് ട്രംപും പറഞ്ഞു 3 തവണ അട്ടിമറിക്കാനായിട്ട് ശ്രമിച്ചു എന്ന്. അപ്പോൾ അട്ടിമറി നീക്കം നടന്നിരിക്കാം. കാരണം ഇന്നത്തെ കാലത്ത് ഈ സൈബർ ആക്രമണങ്ങളൊക്കെ ലോകത്തിന്റെ ഏതൊരു ഭാഗത്തു നിന്നും നടത്താനാവും. അത് ചൈനയാണ് അതിന്റെ പിന്നിൽ നിന്ന് പോലും ആരോപണം വന്നു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇപ്പം ലേറ്റസ്റ്റ് ന്യൂസ്, ഇപ്പം വന്ന ന്യൂസ്, ഈ ഗാസ പ്രശ്നത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടാകാൻ പോകുന്നു എന്നുള്ള രീതിയിൽ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒത്തുതീർപ്പ് എന്താണ്, ആ പ്രശ്നം എങ്ങനെയാണ് തീരുന്നതെന്ന് പിന്നെ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ട് നെതന്യാഹുവിൻ്റെ പ്രസംഗത്തിന് ശേഷം. അപ്പോൾ അതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. അപ്പം ഇതിൽ ഈ 2 രാഷ്ട്രം ഇപ്പം നാട്ടിലിരുന്ന് UN അതുപോലെ തന്നെ പലസ്തീനെയും കാണുന്ന പോലെയല്ല അമേരിക്കയിലിരുന്ന് നമ്മൾ കാണുന്നത്. രണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പം UN പറ്റി പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നാണ് എന്നെപ്പോലുള്ളവർക്ക് പലർക്കും തോന്നുന്നത്. കാരണം ഇത് കൂടുതലും സംസാരമാണ് അവിടെ നടക്കുന്നത്, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഒരു കാര്യവും അവിടെ നടക്കാറില്ല, കൂടുതൽ സംസാരങ്ങൾ അത്രമാത്രമേ നടക്കുന്നുള്ളൂ. ഇപ്പൊ ഒരു വേദി, ഈ ലോക നേതാക്കൾക്കെല്ലാം വന്ന് അവരുടെ വർത്തമാനങ്ങൾ പറയാനുള്ള ഒരു വേദി, ഇത് ശ്രീനിവാസൻ സാറിന് നന്നായിട്ട് അറിയാം, അദ്ദേഹം നമ്മുടെ പ്രതിനിധിയായിരുന്നു അപ്പൊ ദീർഘകാലം. അപ്പം അതേ ഉണ്ടാവുന്നുള്ളൂ, ഒരു കാര്യങ്ങളും നടക്കുന്ന ഒരു സ്ഥലമല്ല അത് ഒരു പ്രശ്നം. ഈ പലസ്തീന് പിന്നെ മറ്റ് രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രം വേണമെന്നും പിന്നെ പല രാജ്യങ്ങളും അമേരിക്ക അല്ലാത്ത മറ്റു രാജ്യങ്ങളെല്ലാം ആവശ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് 1922 മുതലാണെന്ന് തോന്നുന്നു അല്ലേ, 22 മുതൽ ഈ ലോകരംഗത്തെ തന്നെ നിയന്ത്രിക്കുന്ന മനുഷ്യാഭിപ്രായത്തെ തന്നെ രണ്ടാക്കി നിർത്തിയിരിക്കുന്ന ഒരു പ്രശ്നമാണിത്. പിന്നെ ഇസ്രായേലും പലസ്തീനികളും തമ്മിലുള്ള ഈ പ്രശ്നം. അപ്പൊ ഇനിയൊരു പലസ്തീൻ രാഷ്ട്രം കൂടെ വന്നാൽ നമ്മൾ ലോകാവസാനം വരെ ഇവർ തമ്മിൽ യുദ്ധം വെട്ടുന്നത് നമ്മൾ പക്ഷം പിടിക്കേണ്ട ഒരവസ്ഥ വരും.
പിന്നെ ഇതിനെപ്പറ്റി പറയുമ്പോൾ അവര് ഒക്ടോബർ 7 കാര്യം പറയും. വേറൊരു രാജ്യത്ത് കടന്നു കയറി 1200 പേരെ നിഷ്കരണം കൊന്നു, 300 പേരെ പിടിച്ചുകൊണ്ട് പോയി, ഇപ്പോഴും 48 പേരെ പിടിച്ചു വെച്ചുകൊണ്ട് വിലപേശിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവരോടൊരു ദയം കാണിക്കില്ല എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ പഹൽഗാമിൽ എന്താ ചെയ്തത്? 26 പേരെ കൊന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ പോയി പിന്നെ പാകിസ്ഥാനെ ആക്രമിക്കുകയാണ് ചെയ്തത്. എന്ന് മാത്രമല്ല, അവർക്കുള്ള ആ വെള്ളത്തിന്റെ കരാർ വരെ നമ്മളിപ്പോഴും അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് തന്നെ രാജ്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെ. അവരോട് ചെയ്തു കഴിഞ്ഞാൽ അവർ തിരിച്ച് പ്രതികാരവും ചെയ്യാനായിട്ട് മടിക്കില്ല. അപ്പം അതിന്റെ ഇടയ്ക്ക് മനുഷ്യന് കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നത്. ഇതിന്റെ എല്ലാം അനുഭവിക്കുന്നത് ഹമാസ് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ അവര് എവിടെയെങ്കിലും സുരക്ഷിതരായിട്ടൊക്കെ കഴിയുന്നു. ഇത്രയും 2 വർഷമായിട്ടും ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ചിന്തിക്കേണ്ട വസ്തുത. ഇത്രയും ശക്തരാണോ അവര്? ഈ ഇറാനെ പോലും അടിക്കാനുള്ള കഴിവുള്ള പിന്നെ ഇസ്രായേലിന് ഈ ചെറിയ സ്ഥലത്ത് ആകപ്പാടെ 2 മില്യൺ ആളുകളാണ് ഈ പിന്നെ ഗാസയിലുള്ളത്. അവരുടെ ഇടയിൽ എവിടെയൊക്കെ നിരിക്കുകയാണ് ഇവര്. അപ്പൊ അവരെ തകർക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അതും ഒരു പരാജയത്തിന്റെ പിന്നെ കാരണമാണ്. അപ്പൊ എങ്ങനെയായാലും ഈ 2 രാഷ്ട്രം ഉണ്ടായാലും ഈ സ്വിറ്റ്സർലൻഡും ഒക്കെ പോലെ പിന്നെ ഈ ആയുധമില്ലാത്ത രാഷ്ട്രങ്ങളായിട്ട് വരികയാണെങ്കിൽ നല്ലത് തന്നെ, ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണെങ്കിൽ. അതല്ലാതെ ഈ പഴയതുപോലെ 2 കൂട്ടരും തമ്മിൽ എന്നും നിരന്തരം പോരാടുന്ന ഒരു അവസ്ഥ വന്നാൽ അത് മനുഷ്യരാശിക്ക് തന്നെ പിന്നെ ദോഷമാണ്. ഈ ഇസ്രായേലികൾ അവിടെ ജീവിച്ചു പോട്ടെ, അവിടെ ആപ്പാടെ ഒരു 90 ലക്ഷം പേരോ മറ്റോ ആണുള്ളത്, ഒരു ചെറിയ രാജ്യം. അവർക്കൂടെ അവിടെ ജീവിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവരോട് ജീവിച്ചു പോട്ടെ എന്നൊരു ചിന്തിച്ചാൽ, എന്നൊരു മനംമാറ്റം ഉണ്ടായാൽ പിന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. പക്ഷേ ഇതിന്റെ അടിയിൽ മതങ്ങളും മതവിശ്വാസങ്ങളും ഒക്കെ 2 കൂട്ടരുടെയും 3 കൂട്ടരുടെയും എല്ലാം ഉണ്ട്. അതെല്ലാം എടുത്തിട്ടാണ് ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മളൊക്കെ കാണേണ്ടതും നമ്മളൊക്കെ പക്ഷം പിടിക്കേണ്ടതുമായ ഒരു സ്ഥിതി വരുന്നത്. ഏറ്റവും ദയനീയമായ ഒരു കാര്യമാണ്, ദുഃഖകരമായ ഒരു കാര്യമാണ്. അപ്പൊ നമ്മള് പിന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഒരുവിധപ്പെട്ട ആളുകൾ, സാമാന്യ മനുഷ്യത്വമുള്ള എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവരും അവിടെ കഴിയാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. ഇവരെ തകർത്തുകൊണ്ട്, ഇപ്പം കേരളത്തിലെ ഒരു നേതാവ് പറഞ്ഞത്, ഏതവസരത്തിൽ വേണമെങ്കിലും ഇസ്രായേലിനെ പോയി ആക്രമിക്കാം, കാരണം അവരവിടെ പിന്നെ അവിടെ കടന്നു കയറിയവരാണ്. ഏത് സമയത്ത് പോലും അവരെ പിന്നെ പോയി ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള ആ ചിന്താഗതി ശരിയാണോ? ഒരു വിധത്തിൽ പ്രശ്നങ്ങളില്ലാതെ ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒക്ടോബർ 7 ആക്രമണം ഉണ്ടായത്. അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ എന്തായാലും ഈ പ്രസിഡന്റ് ട്രംപ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഒരു നല്ല കാര്യമായിട്ട് തോന്നിയിരിക്കുന്നത്, ഇതില് ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒത്തുതീർപ്പിന്റെ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ പ്രസിഡന്റ് പറയുമ്പോൾ അത് വെറുതെ ഒന്നും ആയിരിക്കില്ലല്ലോ പറയുന്നത്. അപ്പൊ ആ ഒരു പ്രതീക്ഷ നമുക്കുണരുന്നു. അതെ, എന്തായാലും ഈ പറയുന്നത് പോലെ ഇസ്രയേലിനെ ആയാലും ഗസയിലെ ആൾക്കാരെ ആയാലും ജനങ്ങളാണ്, മനുഷ്യരാണ്. ആരും തന്നെ ആക്രമിക്കപ്പെടാൻ പാടില്ല. അത് ഒക്ടോബർ 7 ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനുശേഷമുണ്ടായ ഈ പറയുന്ന ഇത്രയും പേര് മരിച്ച ആക്രമണങ്ങളിലാണെങ്കിലും ഒരിക്കലും അത്തരം കാര്യങ്ങൾ നടക്കാൻ പാടില്ല. അങ്ങ് പറഞ്ഞതുപോലെ ഒരു മനംമാറ്റം, പക്ഷെ ആ മനംമാറ്റത്തിലേക്ക് വലിയൊരു ദൂരമുണ്ട് എന്നുള്ളതാണ് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന കാര്യം. ശ്രീ വർഗീസ് കോരസൻ, ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ദ്വിരാഷ്ട്ര പരിഹാരം എന്ന് പറയുന്നത് വർഷങ്ങളായി ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന, ചിലർ ധൈര്യത്തോടെ പറയാൻ തയ്യാറായിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ഈ ബ്രിട്ടനും ഫ്രാൻസും അടക്കം നിരവധി രാജ്യങ്ങളാണ് ഒറ്റക്കെട്ടായിട്ട് വന്ന് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നത്. പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം വേണം എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം, അത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള പറയുന്നു. അതിനുശേഷം ഐക്യരാഷ്ട്രസഭയിൽ അത്തരത്തിലൊരു പ്രസ്താവന ഉണ്ടാകുന്നു. അപ്പോൾ ലോകം ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രയേലും മാത്രം അതിന് എതിരായി നിൽക്കുന്നത് പോലെ പോലും നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പലസ്തീൻ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു നീക്കത്തിലേക്ക് പോകുമ്പോൾ അതിന് എന്തൊക്കെയാണ് ഈ തടസ്സമായിട്ട് നിൽക്കുന്നത്? ഇരുരാഷ്ട്രവാദം എന്നുള്ളത് വളരെ സുന്ദരമായ ഒരു പദം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വർഷങ്ങളായിട്ട് കേൾക്കുന്നു. 1993 ഓസ്ലോ കരാർ അനുസരിച്ചിട്ട് അതിനൊരു ശരിയായ ഒരു ധാരണ ഉണ്ടായതാണ്. അതിന് ഇസ്രായേല് വളരെ വില കൊടുക്കേണ്ടിയും വന്നിട്ടുണ്ട്. ആ ഒരു കരാർ എന്തുകൊണ്ട് അതിനകത്ത് നിന്ന് പിന്മാറി? അത് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സംഘടന അതൊരു മനുഷ്യത്വ മുഖമുള്ള ഒരു സംഘടനയായിട്ട് അറഫാത്തിന്റെ നേതൃത്വത്തിൽ പിന്നെ മാറി. അതിനെപ്പറ്റിയുള്ള നെഗോഷിയേഷൻസ് ഒക്കെ വന്നതിന് ശേഷം എന്തുകൊണ്ട് ഇതിന്റെ പുറകിലോട്ട് മാറി എന്നുള്ളൊരു ഘടകം ചിന്തിക്കുവാണെങ്കിൽ, ഇന്ന് ഇസ്രയേലോ പലസ്തീനോ അല്ല, ഇതിനകത്ത് മറ്റ് ചില ഘടകങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ആർക്കൊക്കെയോ ഇതിനകത്ത് വേറെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതൊരിക്കലും ഇവിടെ സമാധാനം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില വിദേശ നിയന്ത്രണങ്ങൾ, വിദേശ ചിന്തകൾ ഇതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും സങ്കീർണമായിട്ട് പോകുന്നത്. ഇന്ത്യ
ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഗാന്ധി എടുത്തൊരു നെഗോഷിയേഷൻസ് ഉണ്ടായിരുന്നു, ഒരു 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 പീസ്ഫുൾ നെഗോഷിയേഷൻ. പക്ഷെ ഇന്ന് ഇസ്രയേലും പലസ്തീനും തമ്മിൽ അങ്ങനെ ഒരു നെഗോഷിയേഷൻസിനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം ഓരോ കണക്കൂട്ടലും തെറ്റിച്ചുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും ഇതിന്റെ വിഘടനങ്ങൾ മാറി മാറി വരികയാണ്. ഇപ്പോൾ ഇന്നത്തെ UN-ലെ പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ പ്രസംഗങ്ങളുടെ MD ചെയറിന് മുമ്പിലാണെങ്കിൽ പോലും ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ റീറൈറ്റ് ചെയ്ത് കേട്ടത് ആ പ്രസംഗങ്ങളാണ്. കാരണം ആ പ്രസംഗത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി വന്നത്. ആളില്ലാത്ത ആ കാലിക്കസേരയുടെ മുമ്പിൽ നിന്നുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസംഗമാണ് ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ റെസണേറ്റ് ചെയ്യുന്നത്. UN-നെ പറ്റി പറയുമ്പോൾ ഈ സിംഹവും പുലിയും ആടും എല്ലാം കൂടെ ഒന്നിച്ചു കൂടി ഇരുന്ന ഒരു റൂഫിന്റെ താഴെ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. കാരണം എല്ലാ രാജ്യങ്ങൾക്കും പറയാനുള്ള അവസരം കിട്ടുന്ന ഒരു ഫ്രീ ഫ്ലോർ UN ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് UN എപ്പോഴും ഒരു പ്രസക്തിയുണ്ട്, ഇന്നും നാളെയും. കാരണം അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ലോകം എങ്ങനെ പോയി മറിഞ്ഞേനെയെന്ന് നമുക്കറിയാം. ഇവിടെ ഇന്ത്യയുടെ നിലപാടുകൾ വളരെ നേർത്തതായിരുന്നു എന്നുള്ള കൂട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു റിസോണിങ് സൗണ്ട് ഉണ്ടായില്ല. ഗാസയിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഹ്യൂമാനിറ്റേറിയൻ ഒരു ലോകത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ക്രൈസിസ് കൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ഡെത്ത്, ഹങ്കർ, സ്കൂളിൽ പഠിക്കാൻ കുട്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല, ഡിസ്പ്ലേസ്മെന്റ്. ഇതിനിടയിൽ ലോകങ്ങളെല്ലാം കൂടെ പറയുന്നു, എല്ലാവരും കൂടെ ചേർന്ന് പറയുന്ന ഒരു 2 സ്റ്റേറ്റ് ഒരു സൊല്യൂഷൻ കൊണ്ടുവരികയാണ്. എന്താണ് ഇതിനകത്ത് എന്തെങ്കിലും പ്രയോജനമുണ്ട് ഈ പറഞ്ഞുകൊണ്ട്? ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഒന്നിലെ ഇസ്രായേലിനെ കൂടുതൽ പ്രഷർ കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഫൈറ്റ് ചെയ്യുന്ന പലസ്തീനിയൻസിന് അവരുടെ ഒരു സോളിഡാരിറ്റി, ഒരു മൊറൈൽ അവരുടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതല്ലാതെ അവിടെ ഈ ഫോൽ കടന്ന് വെള്ളം വെച്ചിട്ടോ ഡിസ്പ്ലേസ് ആൾക്കാർ ഇറങ്ങിപ്പോയിട്ടോ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. കാരണം പ്രശ്നം അതിലും വലിയ സങ്കീർണമാണ്. കാരണം ഇതിന്റെ ഇംപെഡിമെന്റ്സ് എന്താണ്? ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ നടക്കാത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലി സെറ്റിൽമെന്റ് ആണ്. ഇസ്രയേലിലെ വളരെ ഭയങ്കരമായിട്ട് വെസ്റ്റ് ബാങ്കിലും ഗാസയിലും അവര് സെറ്റിൽമെന്റ് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇതൊരു 2 രാജ്യമാകാൻ സാധിക്കാത്ത രീതിയിലുള്ള സെറ്റിൽമെന്റ് ഈ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഡിസ്പ്യൂട്ടഡ് ബോർഡർ 1967 ബോർഡർ വെച്ചിട്ട് ഒരു 2 സ്റ്റേറ്റ് റെസൊല്യൂഷന് ഒരു സൊല്യൂഷൻ ഒരിക്കലും ഭാഗമാകാത്ത രീതിയിൽ ഈ രാജ്യങ്ങളെ ഈ സ്ഥലങ്ങൾ മുഴുവൻ വിഭജിച്ചു കഴിഞ്ഞു. പിന്നെ ജെറുസലേം ക്യാപിറ്റലാക്കി 2 രാജ്യങ്ങളുടെ 2 രാജ്യത്തിനും വീതം വെക്കണമെന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇതുവരെ അത് റിസോൾവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഈസ്റ്റ് ജെറുസലേം പലസ്തീനിയൻ ക്യാപിറ്റൽ ആക്കണം എന്ന് പറയുന്ന ഒരു ധാരണ UN ഉണ്ടാക്കിയിട്ട് ഒരിക്കലും അത് ഇസ്രായേൽ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീണ്ടും ഇസ്രായേല് അത് വീതം വെക്കാനായിട്ട് ഇസ്രായേൽ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ സെക്യൂരിറ്റിയുടെ കാര്യങ്ങൾ, സെക്യൂരിറ്റി 2 പേർക്കും കൺസേൺ ആണ്. ഇസ്രായേൽ ഈസ് വെരി സ്കേർഡ്. അപ്പൊ ഇവരെ എപ്പോഴും ഉപദ്രവിക്കുന്നത്, ഇന്നും ഒരു ബോംബ് വീണ് അവിടെ സംഭവം ഉണ്ടായി കഴിഞ്ഞു ഓൾറെഡി. അപ്പം ഈ പലസ്തീനിയൻകാർക്കാണെങ്കിൽ അവരുടെ ഒക്കുപ്പേഷനെ സംബന്ധിച്ച് അവർക്കും അവരുടെ നിലപാടുകൾ, അവരുടെ സെക്യൂരിറ്റിയെ സംബന്ധിച്ച് അവർക്കും പ്രശ്നങ്ങൾ. ഈ റൈറ്റ് ടു റിട്ടേൺ ബാക്ക്, ഇപ്പൊ ഇവരുടെ സൊല്യൂഷൻ ഉണ്ടാക്കി തിരിച്ചു വന്നിട്ട് ഇവരെ റീസെറ്റിൽ ചെയ്യണമെങ്കിൽ ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്, ആരാണ് ഇതിന്റെ കോമ്പൻസേഷൻ കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ വീണ്ടും കിടക്കുന്നു. പിന്നെ ഒരു ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ വിൽ, 2 സൈഡിലും സമാധാനത്തിനുള്ള പൊളിറ്റിക്കൽ വില്ല് ഉണ്ടാകുന്നുണ്ട് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡിസഗ്രിമെന്റ്സ് നമ്മൾ UN-ൽ കാണുകയാണ്. 2 രീതിയിലും ആൾക്കാർ 2 അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരിക്കലും ഒരു സെറ്റിൽമെന്റ് ഉണ്ടാകാനുള്ള സാധ്യത മുമ്പോട്ട് വെക്കാനായിട്ട് ആർക്കും കഴിയുന്നില്ല. കാരണം 2 പേര്, ഒന്നിലെ ഇസ്രായേലിനെ അടുത്ത് കൂടിയത് അമേരിക്ക എടുക്കുന്ന നിലപാടുകൾ, അത് അമേരിക്കയുടെ നിലപാടുകളെ ഇപ്പം ഇവിടെ സൂചിപ്പിച്ചു. ഇപ്പോഴത്തെ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ്ലി ഇൻകൺസിസ്റ്റന്റ് ആണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട്. അതുകൊണ്ട് ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ നാളെ ഏറ്റുപിടിക്കാൻ ഏതൊക്കെ രാജ്യങ്ങൾ കാണും? ഒരുപക്ഷെ അമേരിക്ക പറയുന്നത് നാളെ മാറ്റി പറഞ്ഞിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂട്ടാണ് അമേരിക്കയുടെ നിലപാടുകൾ പോകുന്നത്. അതുകൊണ്ട് ശാശ്വതമായ ഒരു സമാധാനം എന്നുള്ളത് വളരെ അതിന് വലിയ നീക്കുപോക്കുകൾ ഉണ്ടാകേണ്ടി വരും. ഒന്നിൽ ഒരു സൊല്യൂഷനേ ഉള്ളൂ, ഒരു കോൺഫെഡറേഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ബൈ നാഷണൽ സ്റ്റേറ്റ് ആയിട്ട് ഈ 2 രാഷ്ട്രങ്ങളെയും കൂടെ അതിന്റെ ഒരേ സെക്യൂരിറ്റിയും ഒരേ തണലിലുള്ള ഒരു പുതിയ രാജ്യം വല്ലതും സ്വപ്നം കണ്ടുകൊണ്ട് പുതിയ റെസൊല്യൂഷൻ വല്ലതും വരികയല്ലാതെ ഒരിക്കലും ഒരു 2 സ്റ്റേറ്റ്സ് സൊല്യൂഷൻ ഇപ്പൊ വളരെ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണെന്നാണ് എൻ്റെ ഭാഗം. ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ഇത്തവണത്തെ ക്യാമ്പയിന്റെ മുഴുവൻ സമയം തന്നെ പറഞ്ഞിരുന്നത്
താൻ അധികാരമേറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ ഈ ഗസയിൽ അടക്കം സമാധാനമുണ്ടാക്കും, യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കും, അങ്ങനെ ലോക സമാധാനത്തിനായുള്ള ഒരു ദൂതൻ എന്ന നിലയിലാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചത്. അത് പ്രസിഡന്റായി കഴിഞ്ഞതിന് ശേഷവും അത് ആ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 8 മാസം കഴിയുമ്പോഴും ഒരിടത്തും ഒരു പ്രശ്നത്തിനും പരിഹാരമായിട്ടില്ല. ചിലയിടത്ത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാത്രവുമല്ല, UN പോലെയുള്ള ഒരു സംഘടനയിൽ, ലോക സമാധാനത്തിന് വേണ്ടി സ്ഥാപിതമായ ഒരു സംഘടനയിൽ അവിടെ നിന്ന് തന്നെ പല രാജ്യങ്ങളും വന്ന് പറയുന്നത് ഈ സംഘടനയെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന ഒരു ചോദ്യം കൂടി അവിടെ ഉയരുന്നു. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇതിന് ഇനി ഏത് തരത്തിലുള്ള ഒരു പരിഹാരത്തിലേക്കാണ് പോകാനുള്ള ഒരു സാധ്യത? ഇപ്പോൾ വീണ്ടും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്, അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാകാൻ പോകുന്നു എന്ന്. പക്ഷേ ഇത് പല പ്രാവശ്യം നമ്മൾ കേട്ടതാണ്, പക്ഷേ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നില്ല. ഇന്നിപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ 3000 കാലറി ഭക്ഷണം ഞങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിർബന്ധിതമായി അവരെയെല്ലാം ഈ പ്രസംഗം കേൾപ്പിച്ചു ഉച്ചഭാഷിണിയിലൂടെ. സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല, എന്നാലും ഇത്തരത്തിലുള്ള വിവരങ്ങളും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനൊരു പരിഹാരം എവിടെയാണ്? അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലാതെ ഇസ്രായേലിനൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അമേരിക്കയുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഇപ്പോൾ മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നത് തീർച്ചയായും സ്വാഗതാർഹമാണ്. പക്ഷെ അതിനും വലിയ അർത്ഥമൊന്നുമില്ല. കാരണം അവർ പറയുന്നത് ഞങ്ങൾ അവരെ ഒരു എന്താണ് പാലസ്തീനെ ഒരു പ്രത്യേക രാജ്യമായി അംഗീകരിക്കുന്നു എന്ന് പറയുന്നെങ്കിലും ഇതുവരെ ഐക്യരാഷ്ട്ര സംഘടനയിലെ മെമ്പർഷിപ്പ് കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് അംഗീകാരം കൊടുക്കാനോ ആരും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് സെക്യൂരിറ്റി കൗൺസിൽ അതൊരു തീരുമാനം, ഇവരെ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ള തീരുമാനം ഒരു കാലത്തും വരാൻ സാധ്യതയില്ല. അമേരിക്കയും ഇസ്രയേലും കൂടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നുണ്ട്. ശരിയാണ്, ഐക്യരാഷ്ട്ര സംഘടന ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ആ ഡയഗ്നോസിസിൽ നമ്മളെല്ലാം ഒരു നമ്മൾ സമ്മതിക്കും. കാരണം പല കാര്യങ്ങളും ഇപ്പോൾ 2021 നൂറ്റാണ്ടിലുണ്ടായ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടാതെ കഴിയുന്നു. അതിന് മുമ്പാണെങ്കിൽ യുദ്ധങ്ങൾ വന്നാൽ ഒരു വെടിനിർത്തലെങ്കിലും ഉണ്ടാകും. പക്ഷേ 21 നൂറ്റാണ്ടിൽ വന്നിരിക്കുന്ന ഇപ്പോഴും 50 സംഘടനകൾ നടക്കുന്നു എന്നതാണ് കണക്ക്. ഒന്നുപോലും അവസാനിക്കുന്നില്ല. അപ്പൊ എന്താണ് ഈ വ്യത്യാസം? കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്ന് പറയുമ്പോൾ അത് അമേരിക്കയുടെ ആറ്റിറ്റ്യൂഡും നെതന്യാഹുവിന്റെ ആറ്റിറ്റ്യൂഡും തന്നെയാണ്. അപ്പൊ അത് ഐക്യരാഷ്ട്ര സംഘടനയെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് യാതൊരു അവരെ എതിർക്കാനോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന എന്തെങ്കിലും മൂവ് ചെയ്യാനുള്ള സാധ്യതകളൊന്നുമില്ല. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന ഇല്ലാത്ത ഒരു ലോകത്തെ പറ്റിയാണ് പ്രസിഡന്റ് ട്രംപ് സംസാരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ സമാധാനമെല്ലാം വരുത്തുന്നുണ്ട്, 7 യുദ്ധങ്ങൾ നടത്തി, അത് ഐക്യരാഷ്ട്ര സംഘടന ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന ആവശ്യമില്ല, പുതിയ ലോകം അമേരിക്ക ലീഡ് ചെയ്യുന്നതാണ്, പ്രസിഡന്റ് ട്രംപ് ലീഡ് ചെയ്യുന്നതാണ് എന്നൊരു വിഷനാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും അമേരിക്ക മുൻപ് പറഞ്ഞിട്ടില്ലാത്തതാണ്. അപ്പോ എങ്ങനെ ഐക്യരാഷ്ട്ര സംഘടനയെ വൈൻഡ് അപ്പ് ചെയ്യാൻ കഴിയുമോ? അതും സാധ്യമല്ല തീർച്ചയായിട്ടും. കാരണം ലോകത്തെല്ലാവർക്കും അതിനെപ്പറ്റി പ്രതീക്ഷകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ നോക്കിയാൽ, കഴിഞ്ഞ ഈ ജനറൽ അസംബ്ലിക്ക് മുമ്പുള്ള സിറ്റുവേഷൻ നോക്കിയാൽ അത് കൂടുതൽ മോശമായിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. കാരണം അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. അദ്ദേഹം പറയുന്നത് ഈ ഹോസ്റ്റേജസിനെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അതൊരു മോസ്റ്റ് സെൻസിറ്റീവ്. ഇങ്ങനെ ജ്യൂസ് പാലസ്തീൻ്റെ അല്ലെങ്കിൽ ഹമാസിന്റെ തടങ്കലിലാവുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുള്ള അല്ലെങ്കിൽ ഏറ്റവും അവരുടെ ജീവിതത്തിന് അഭിപ്രായത്തെ മാറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് ഹമാസ് തയ്യാറാകത്താണ് ഏറ്റവും വലിയ പ്രശ്നം. അവർ മരിച്ചവരായാലും അല്ലെങ്കിലും ഇവരെ ഈ തടങ്കൽക്കാരെ വിടുക എന്നുള്ള ഒരു മാറ്റം ഉണ്ടായാൽ ഒരുപക്ഷെ ചില നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. പക്ഷെ അതിനും സാധ്യതയില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയെ നോക്കുന്നത് ഒരു സിമ്പതിയോടുകൂടി മാത്രമാണ്. അതിലെവിടെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് യാതൊരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് സമാധാനത്തിന്റെ വഴിയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ കണ്ടത്. ഒരിക്കലും ഇസ്രായേൽ ഒരു പാലസ്തീനെ ഉണ്ടാക്കാൻ സാധിക്കില്ല. അതും ഗാസയിൽ ഉണ്ടാകില്ല, വെസ്റ്റ് ബാങ്കിലും ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് യാതൊരു പ്രതീക്ഷയ്ക്കും സാധ്യതകൾ ഇപ്പോഴില്ല. ഇനിയും മറ്റ് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ലാത്തത് കൊണ്ട് ഇതിലൊരു പാലസ്തീന്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതി ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുകയില്ല. എന്നാൽ നെതന്യാഹു പറയുന്ന ഒരു കാലത്തും അത് സംഭവിക്കില്ല. അത് ഈ പുതിയ വെസ്റ്റേൺ രാജ്യങ്ങൾ അതിന്
സഹകരിക്കാൻ തുടങ്ങി എന്നുള്ളത് കൊണ്ടുള്ള അതിന്റെ വൈരാഗ്യം കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഇനി കാണേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് പ്രസിഡന്റ് ട്രംപ് ഇതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അതെ, അത് തന്നെയാണ് ഇനി നമുക്ക് നോക്കി കാണേണ്ടത്. കാരണം എങ്ങനെയായിരിക്കാം ഇനി ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൊല്യൂഷനിലേക്ക് പോകുമോ, പോയില്ലെങ്കിൽ എത്ര കാലം ഈ ജനത ഇത്തരത്തിലുള്ള ദുരിതത്തിലൂടെ കടന്നു പോകും എന്നത് മാനവരാശിക്ക് മുമ്പിൽ തന്നെ അതൊരു ദുഃഖമായി അവശേഷിക്കുകയാണ്. കുറേ നാളുകളായി നമ്മുടെയൊക്കെ ചിന്തയെയും നമ്മുടെയൊക്കെ മനസ്സിലും അതൊരു ദുഃഖമായി അവശേഷിക്കുകയാണ്. ഇസ്രയേലിലാണെങ്കിലും പലസ്തീനിലാണെങ്കിലും മനുഷ്യരാണ്, അവർ ആക്രമിക്കപ്പെടാതിരിക്കട്ടെ. അങ്ങനെ ഒരു ചിന്തയോടുകൂടെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ടി പി ശ്രീനിവാസൻ, ശ്രീ ജോർജ് ജോസഫ് ആൻഡ് ശ്രീ വർഗീസ് കോരസൻ. ഇസ്രായേൽ എന്തിനാണ് ഗസയിൽ ആക്രമണം നടത്തുന്നതെന്ന് മനസ്സിലാക്കാൻ വിവരങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച ഒരു QR കോഡ് സ്യൂട്ടിൽ ധരിച്ചാണ് നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിലെത്തിയത്. പക്ഷേ ഈ ആക്രമണങ്ങൾ എന്തിനു വേണ്ടി എന്ന് എത്രയൊക്കെ ശ്രമിച്ചാലും അത് സാധാരണക്കാരെ പറഞ്ഞു മനസ്സിലാക്കാനാകുമോ എന്നറിയില്ല. സമാധാനം എത്രത്തോളം ദൂരത്തിലാണ്, ഇത് എത്രയോ വർഷങ്ങളായി നമ്മൾ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അനുഭാവപൂർണമായ സമീപനം, ഐക്യത്തോടെയുള്ളൊരു സമീപനം ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. ഐക്യരാഷ്ട്രസഭ കുറച്ചുകൂടി ആർജവത്തോടുകൂടി ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ തയ്യാറാകട്ടെ. ഇതൊക്കെ ഒന്ന് പരിഹരിക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഓരോ രാഷ്ട്രങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി അമേരിക്കൻ ഡയലോഗ് പവർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പ് ഈ വാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.